Father, in this service, in the name of our Lord Jesus Christ, who's coming soon. Praise the Lord. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. How many of you believe that our God is a living God? ഹല്ലേലൂയ. ആ ദൈവത്തെ ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും ബലവുമാണ്. And it is a great privilege and blessing to be praising and worshiping that Lord. ഇത് വായിച്ച നമ്മുടെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. 131 സങ്കീർത്തനമാണ് വായിക്കുവാനിടയായി തീർന്നത്. ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്റെ ഹെഡിങ്ങിൽ കാണുവാനിടയായി തീരും. Let's come back to the psalm that we've just read. We've read from Psalm 131, which as the subtitle says is the Psalm of David. ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തന്നെ താഴ്ത്തി കൊടുത്ത് എളിമപ്പെട്ട് തന്നെ ഹല്ലേലൂയ താഴ്ത്തി കൊടുത്ത ഒരു സങ്കീർത്തനമാണ് 131 സങ്കീർത്തനം. In Psalm 131 we can see a David who is humbling himself before the Lord. അതിന്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's go to verse 1 please. Lord, my heart is not haughty, nor my eyes lofty, neither do I concern myself with great matters, nor with things too profound for me. ഇന്ന് പൽക്കാലം ദാവീദിനോട് ചേർന്ന് നമുക്കും പറയുവാനിടയായി തീരണം. നമ്മുടെ ഹൃദയം അപ്രകാരമുള്ളതായിരിക്കണം. എങ്ങനെയാണെന്നറിയാമോ? ഒന്നാമത് കാണുന്നത് നമ്മുടെ ഹൃദയം ഗർവിച്ചിരിക്കുവാൻ പാടില്ല. Today, let us say with King David what he said in Psalm 131, in the first line which says, let your hearts not be haughty. അടുത്ത കാണുവാൻ രണ്ടാമത് കാണുന്നത് ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല. And the next line we read, my eyes are not lofty. അടുത്ത കാണുന്നത് എനിക്ക് ബുദ്ധിക്കൊത്താത്ത വൻ കാര്യങ്ങളിലും അത്ഭുതങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല. Next he says, neither do I concern myself with great matters, nor with things too profound for me. അല്പസമയം നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവൈതലിന്റെ ഹൃദയം എങ്ങനെ ദൈവസന്നിധിയിലായിരിക്കണം എന്നുള്ളതാണ്. Today we want to meditate on the idea of how our hearts must be before the Lord. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ എൻജോയ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ അപ്രകാരം നമ്മുടെ ഹൃദയമായിരിക്കും. ആരാധന കടന്നു വരുമ്പോൾ ആരാധനയ്ക്കുള്ള ഹൃദയമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവവൈതൽ എപ്രകാരം ദൈവസന്നിധിയിലായിരിക്കണമെന്നാണ് ദാവീദ് ഇവിടെ ഈ വാക്യത്തിലൂടെ നമ്മൾ കാണുവാനിടയായി തീരുന്നത്. As we are in different situations, our hearts are in different moods. When we are in our leisure times, our hearts are leisureful, and when we are praising and worshiping the Lord, our hearts must be full of worship. And King David says how our hearts must be before the Lord. ഇന്ന് പൽക്കാലം നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനിടയായി തീരണം. എങ്ങനെയുള്ള ഹൃദയത്തിലാണ് ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നറിയാമോ? ഗർവിച്ചിരിക്കാത്ത താഴ്മയോടെ വിനയത്തോടെ ഇരിക്കുന്ന ഒരു ഹൃദയത്തിലാണ് ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. Today, as you come to worship, you can see that the Lord only inhabits a heart that is humble before Him. അടുത്ത് കാണുന്നത് നിഗളിച്ചു പോകാതെ നമുക്ക് നന്മകൾ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ മനുഷ്യരാണ് നിഗളമുണ്ടാകുവാനിടയായി തീരും. അല്ല ദാവീദ് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, ദൈവമേ നിഗളിക്കാത്തൊരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന്. Next, David reminds us that as we receive blessings and good things from the Lord, there's a possibility that our hearts might get lofty. സ്വർഗത്തിലായിരുന്ന ദൂതന്മാരുടെ ഗണമായിരുന്നു ലൂസിഫർ എന്ന് പറയുന്നത്. അവർ ചിറക് വിടർത്തുമ്പോൾ അല്ലെങ്കിൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റുകളും നല്ലോണം പാടുവാനും കഴിയുവാനിടയായി തീരും. ആത്മീകമായ നിഗളം കടന്നു വന്ന പിന്നറിയാമോ? അല്ല ദൈവത്തെക്കാളും ഉന്നതനാകുന്ന ഹൃദയത്തിലൊന്ന് ചിന്തിച്ചതുപോലെ ഉള്ളൂ, മനസ്സിൽ പറഞ്ഞില്ല. ആ നിരൂപണം ദൈവം മനസ്സിലാക്കുന്നറിയാമോ? അവനെ വെട്ടി ഭൂമിയിലേക്ക് ഇടുവാനിടയായി തീർന്നു. Lucifer was one among the angels who praised and worshipped the Lord, but as he stood in the presence of the Lord, he began to think that he was better and bigger than the Lord, and even as he had the seed of the thought in his mind, he was struck down by the Lord and cast down from among the angels. Praise the Lord. Hallelujah. അപ്രകാരം ദൈവസന്നിധിയിലായിരുന്ന ദൂതന്മാർക്ക് അത് ലഭിച്ചുവെങ്കിൽ നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരണം. ഇവിടെ സങ്കീർത്തനക്കാരൻ എഴുതിയുന്ന പോലെ ഗർവിക്കാതെ നിഗളിക്കാതെ ദൈവസന്നിധിയിൽ താഴ്ത്തപ്പെടുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ ഹൃദയം പോലെ ആയിരിക്കണം നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ. If the angels who stood before the Lord received such great punishment, then what will become of us? So when we come into the presence of the Lord, our minds must be humble, and it must be that of a little child standing before the Lord. Praise the Lord. അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ ഇടപെടാൻ പാടില്ല. ഇവിടെ വായിക്കുന്നത് ബുദ്ധിക്കൊത്താത്ത വൻ കാര്യങ്ങൾ അത്ഭുതങ്ങളും ഞാൻ ഇടപെടുന്നില്ല. ചിലതിന് സെപ്പറേഷൻ നമ്മൾ മാറി നിൽക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാ കാര്യത്തിലും ചെന്ന് കൈയിടുവാനോ തലയിടുവാനോ ദൈവമക്കള് പോകുവാനിടയായി തീരരുത്. Also, we are supposed to maintain our discretion when handling matters that are too great for us. Here King David says, I do not concern myself with great matters or with things that are too profound or deep for me. സങ്കീർത്തനം 138 ആറാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's go to Psalm 138 verse 6 please. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. Though the Lord is on high, yet he regards the lowly,
but the proud he knows from afar. ഉയരത്തിൽ വസിക്കുന്ന കർത്താവ് താഴ്മയുള്ള ഹൃദയങ്ങളെ ഉയരത്തിൽ നിന്നുകൊണ്ട് നോക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. So even though the Lord remains on high, he regards the lowly and he can see the minds of those who are down here. ഇന്ന് പലകാലം ആരാധന കടന്നു വന്നവരുടെ ഹൃദയങ്ങൾ പല ചിന്തകൾ പല വിചാരങ്ങളുണ്ടായിരിക്കും. എന്നാൽ അല്പസമയം അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്ത് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ദൈവം എൻ്റെ കുറവുകളെ കുറ്റങ്ങളെ ക്ഷമിക്കണമെന്ന് യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുമ്പോഴെന്നറിയാമോ ആ പ്രാർത്ഥന മാത്രമേ ദൈവത്തിലേക്ക് കടന്നു പോകുവാനിടയാകത്തുള്ളൂ. Today, as you gathered here for worship, you might have many thoughts and desires in your heart. But if you submit yourselves to the Lord and give your heart to be cleansed by Him, then only your prayers will reach the heavens. നമ്മുടെ ദൈവമായ കർത്താവ് ആരെയാണ് കടാക്ഷിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നത്? താഴ്മയുള്ളവരെ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? കടാക്ഷിക്കുന്ന ദൈവമാണ്. So whom does the Lord regard? We read here that the Lord regards the lowly. അടുത്ത വാക്യത്തിൽ വായിക്കുന്ന ഗർവിയോ അവന് ദൂരത്തു നിന്ന് നോക്കി മനസ്സിലാക്കുന്ന ദൈവമാണ്. ഇന്ന് പലകാലം നമ്മുടെ ഹൃദയം ഹല്ലേലൂയ ഗർവിക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരണം. And the next line we read, but the proud he knows from afar. So today if you come here with pride, you should submit yourself to the Lord and take away the pride from your hearts. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 13, 14, 15 വാക്യങ്ങൾ വായിക്കാം. Let's go to Deuteronomy chapter 8 verses 13, 14 and 15 please. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിതവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്നെ അടിമവീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽപ്പാറയിൽ നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. Lest when you have eaten and are full, and have built beautiful houses and dwell in them, and when your herds and your flocks multiply, and your silver and your gold are multiplied, and all that you have is multiplied, when your heart is lifted up, and you forget the Lord your God who brought you out of the land of Egypt from the house of bondage, who led you through that great and terrible wilderness, in which were fiery serpents and scorpions, and thirsty land where there was no water, who brought water for you out of the flinty rock, who fed you in the wilderness with manna, which your fathers did not know, that he might humble you and that he might test you to do you good in the end. Then you say in your heart, my power and the might of my hand have gained me this wealth. ഇസ്രായേൽ മക്കളോട് ദൈവമായ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ അടിമ വീടായിരുന്ന മിസ്രയീമിൽ നിന്ന് നിങ്ങളെ സമ്പത്തിലാകുന്ന ഹല്ലേലൂയ കനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ പെരുകി കഴിയുമ്പോൾ ഈ ദൈവത്തെ മറന്നു പോകരുത്. Here we can see the Lord God warning the Israelites, do not forget me when I have brought you out of the land of Egypt and given you this rich and wealthy land and have blessed you with many beautiful things. നാലാമത്തെ വാക്യത്തിൽ വായിക്കുന്ന നിന്റെ ഹൃദയം നിഗളിക്കാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ നീ എവിടെ നിന്നാ കടന്നു വന്നുള്ള ചിന്ത നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. In verse 14 we are told to remind ourselves of where we came from, so that our heart is not lifted up before the Lord. ഹല്ലേലൂയ കഴിഞ്ഞ നാളിൽ മരുഭൂമിയിലൂടെ കടന്നു വന്നപ്പോൾ അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയും ഒക്കെ ഉണ്ടായിരുന്ന മരുഭൂമിയിലൊക്കെ കടന്നു വന്നത് നീ ഓർക്കുവാനിടയായി തീരണം. ആ സമയത്ത് തീക്കനലിൽ നിന്ന് നിനക്ക് വേണ്ടി ദൈവം വെള്ളം പുറപ്പെടുവിച്ചത് നീ ഓർക്കുവാനിടയായി തീരണം. Here the children of Israel are told to remind themselves of how they passed through a land that was a desert and full of fiery serpents and scorpions, and where they had no water, and yet the Lord brought water out for them from the flint rock. അടുത്ത വാക്യം 16 വാക്യം നിന്നെ തന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ നമ്മുടെ പിതാക്കന്മാർ അറിയാത്ത അനേക നന്മകൾ ഹല്ലേലൂയ കൃപകൾ ഈ രാജ്യത്ത് നമുക്ക് ഒരുക്കി വെക്കുവാനിടയായി തീർന്നു. In the next line they are reminded of the manna that they were given, that their fathers did not know at all, and many other blessings. So just like that, we have been given many blessings in this country which our fathers would not have been able to imagine. ദൈവം നൽകിയ നന്മകൾ കൃപകളെ ഓർത്ത് കഴിയുമ്പോൾ ദൈവസ്ഥനിൽ താഴുവാനിടയായി തീർന്ന ഒരു സമയം പോലും നമ്മൾ നിഗളിക്കരുത്. ഇവിടെ വായിക്കുന്ന ദൈവം ചെയ്ത ഉപകാരങ്ങളെ നന്മകളെ നീ മറന്നു പോകരുത് എന്ന് എഴുതിയിരിക്കുന്നു.
And when we are reminded of the things that the Lord has done for us, we should not be proud and haughty, but rather humble ourselves and stand before the Lord in humility. ഒരു കാലത്ത് നമ്മൾ പറയരുത് എൻ്റെ കൈയുടെ ശക്തി കൊണ്ടോ എൻ്റെ ബലം കൊണ്ടോ എൻ്റെ സമ്പത്ത് കൊണ്ടോ ഹല്ലേലൂയ ഉണ്ടായ നമ്മുടെ ഹൃദയത്തിൽ പോലും ചിന്തിക്കുകയോ പറയാതിരിക്കാണെന്നതിന് സൂക്ഷിക്കണമെന്നാണ് ദൈവം എഴുതിയിരിക്കേണ്ടത്. സൂക്ഷിക്കേണ്ട കാര്യമാണ്. At no point in our lives should we say, my power and the might of my hand have gained me this wealth and blessing, and this is something that we should guard against in our lives. നമ്മൾ നെഗളിക്കുവാനോ ഹല്ലേലൂയ പുകഴുവാനോ എന്തോ ഉണ്ട്. ഒരു മൂക്കിൽ നിന്ന് കിടന്നിരുന്ന ജീവശ്വാസം ഹല്ലേലൂയ ഒരു മിനിറ്റിലേക്ക് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡെഡ് ബോഡി ആയിട്ട് താഴെ വീഴുവാനിടയായി തീരും. There is nothing in our lives for us to be proud about, because the very breath that you take is temporary and ephemeral, and if it stops for a minute, then you will turn into a dead body. 2 ശമൂവേൽ 22 അധ്യായത്തിന്റെ 28 വാക്യത്തിലേക്ക് കടന്നു വരാം. Let's go to 2 Samuel chapter 22 verse 28, please. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ചു നടക്കുന്നവരെ താഴ്ത്തേണ്ടതിന് നീ ദൃഷ്ടി വയ്ക്കുന്നു. You will save the humble people, but your eyes are on the haughty, that you may bring them down. ഹല്ലേലൂയ. ആര് ദൈവസന്നിധിയിൽ എളിമപ്പെടുന്നുണ്ടോ, ആര് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ വിറയ്ക്കുന്നുണ്ടോ, തന്നെ താഴ്ത്തി കൊടുക്കുന്നുണ്ടോ, അവരെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Our Lord is a Lord who saves those who come to him with lowliness and humility. അതുപോലെ തന്നെ എതിരായിട്ട് കാണുവാനിടയായി തീരും. നിഗളിച്ച് നടക്കുന്നവരെ അല്ലെങ്കിൽ തന്നെത്താനെ താഴ്ത്തേണ്ടതിന് യഹോവയുടെ ദൃഷ്ടി ഓരോരുത്തരുടെ മേലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. But on the other hand, if you are full of pride, then the Lord's eyes are on you to bring you down. അല്ലെങ്കിൽ അതുകൊണ്ട് ദൈവസ്ഥനെ നിഗളിക്കാതെ നമ്മളെ തന്നെ ഓരോ വചനങ്ങൾ കേൾക്കുമ്പോൾ ദൈവസ്ഥനിലേക്ക് അടുത്തു വരുമ്പോൾ താഴ്ത്തി കൊടുക്കുവാനിടയായി തീരണം. So when you hear the word of God, take out all the pride in yourself and come to him with humbleness and humility. സദൃശവാക്യം 18:12 കാണുന്ന നാശത്തിന് മുൻപേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നത് കാണുന്നു. In Proverbs chapter 18 verse 12, we see that the destruction of the heart is set for a man who is haughty. എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിഗളം കടന്നു വരുമ്പോൾ എപ്പോഴും നമ്മൾ മുന്നിൽ കണ്ടുവണ്ണം വലിയൊരു നാശം നമ്മുടെ മുൻപിൽ വലിയൊരു കുഴി വെച്ചിട്ടുണ്ട്. അതിനകത്ത് വീഴുന്നതിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം കടന്നു പോകുന്ന കാൽച്ചുവടിലാണ്. അതുകൊണ്ട് നമ്മുടെ നിഗളിക്കാതെ ദൈവത്തിൽ താഴുവാനിടയായി തീരണം. If at any point pride comes into your life, always remind yourselves that it is on a path to destruction that you are set on. അടുത്ത വായിക്കുന്ന മാനത്തിന് മുൻപേ താഴ്മ ലഭിക്കുവാനിടയായി തീരണം. In the next line we read, and before honor is humility. ഹല്ലേലൂയ. ആ സദൃശവാക്യം 30 അധ്യായത്തിന് 32 വാക്യം വായിക്കാം. Let's go to Proverbs chapter 30 verse 32, please. നീ നിഗളിച്ച് ഭോഷത്വം പ്രവർത്തിക്കുകയോ ദോഷം നിരൂപിക്കുകയോ ചെയ്തു പോയെങ്കിൽ കൈകൊണ്ട് വായി പൊത്തിക്കൊള്ളുക. If you have been foolish in exalting yourself, or if you have devised evil, put your hand on your mouth. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ഹൃദയത്തിൽ പലപ്പോഴും പല ചിന്തകളും നിഗളങ്ങളും ഒക്കെ കടന്നു വരും. ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, നിന്റെ ഹൃദയത്തിൽ നിഗളിച്ചിട്ട് ഭോഷത്വം പ്രവർത്തിക്കാതെ, നീ സംസാരിക്കാതെ, നിന്റെ വായിൽ നിന്ന് വെളിയിൽ വരാതിരിക്കേണ്ടതിന് അല്ല എന്തെന്നറിയാമോ, കൈകൊണ്ട് വായ പൊത്തിപ്പിടിക്കുവാനിടയായി തീരണം. Sometimes pride and haughtiness might come into your life inadvertently, but King Solomon, the wisest of the wise, exhorts us to stop our mouths and cover our mouths when such a thing happens, and not to let those thoughts come into your speech. നമ്മുടെ ചിന്തകളും വിചാരങ്ങളും അറിയുന്ന ഒരു ദൈവത്തിന് മുൻപാകെയാണ് ഇന്ന് പൽക്കാലം നമ്മൾ ആയിരിക്കുന്നത്. Today you are standing before a Lord who can see your thoughts and the desires of your heart. ആ ദൈവത്തിന് മുൻപാകെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. And there is nothing hidden from that Lord's view. ഹല്ലേലൂയ. സകലതും അറിയുന്ന നമ്മളെ സൃഷ്ടിച്ച ജീവന്റെ ശ്വാസം ഊതിയ ദൈവത്തിന് മുൻപാകെ ഇരിക്കുമ്പോൾ അപ്പാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എവിടെയെങ്കിലും നിങ്ങളങ്ങളോ ഹല്ലേലൂയ സ്തോത്രം ഉയർച്ചകളോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമ്മുടെ ദിവസത്തിൽ പ്രാർത്ഥിക്കുവാനിടയായി തീരണം. Today, as you are standing before the Lord who is your creator, pray to him, Lord, if there is any pride or haughtiness in my heart, Lord, could you please take that away from me. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, നിഗളിച്ച് നടന്നവരുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ അവർക്ക് എന്ത് പറ്റിയെന്ന്. ദാനിയേലിന്റെ പുസ്തകം 5 അധ്യായം 20, 21, 22 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. In Daniel chapter 5 verses 20 to 23, we see what happens to those people who stand in pride. എന്നാൽ അവന്റെ ഹൃദയം ഗർവിച്ചു, അവന്റെ മനസ്സ് അഹങ്കാരത്താൽ കഠിനമായി പോയ ശേഷം അവൻ രാജാസനത്തിൽ നീങ്ങിപ്പോയി. അവർ അവന്റെ മഹത്വം അവങ്കിൽ നിന്ന് എടുത്തു കളഞ്ഞു. അങ്ങനെ അവൻ മനുഷ്യരുടെ ഇടയിൽ നീങ്ങി, അവന്റെ ഹൃദയം മൃഗപ്രായമായി തീർന്നു. അവന്റെ പാർപ്പ് കാട്ടുകഴുതകളോടുകൂടി ആയിരുന്നു. അവനെ കാളയെപ്പോലെ പുല്ലുതീറ്റി മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നത ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിനെ നിയമിക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞതുവരെ അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു. അവൻ്റെ മകനായ ബേൽശസ്സരെ ഇതൊക്കെ അറിഞ്ഞിട്ട് തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്ഥനായ കർത്താവിന് നേരെ തന്നെ താൻ ഉയർത്തി അവൻ്റെ ആലയത്തിലെ പാത്രങ്ങളെ
അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു. തിരുമേനിയും മഹത്തുക്കളും തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിച്ചു. കാണാനും കേൾപ്പാനും അറിവാനും വഹിയാത്ത പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല. But when his heart was lifted up and his spirit was hardened in pride, he was deposed from his kingly throne, and they took his glory from him. Then he was driven from the sons of men. His heart was made like the beast, and his dwelling was with the wild donkeys. They fed him with grass like oxen, and his body was wet with the dew of heaven, till he knew that the Most High God rules in the kingdom of men, and appoints over it whomever he chooses. But you, his son Belshazzar, have not humbled your heart, although you knew all this. And you have lifted yourself up against the Lord of heaven. They have brought the vessels of his house before you, and you and your lords, your wives and your concubines, have drunk wine from them. And you have praised the gods of silver and gold, bronze and iron, wood and stone, which do not see or hear or know. And the God who holds your breath in his hand and owns all your ways, you have not glorified. ആമേൻ. നെബൂഖദ്നേസർ എന്ന് പറഞ്ഞ രാജാവ്, ഹല്ലേലൂയ, അവൻ്റെ ഹൃദയത്തിൽ ചെറിയൊരു നിഗളവും അഹങ്കാരം ഉണ്ടാകുവാനിടയായി തീർന്നു. അവൻ്റെ രാജ്യം വലുതായി. ഹല്ലേലൂയ. ആ നിഗളത്തിന് മുൻപാകെ ദൈവം കൊടുത്ത ശിക്ഷയാണ് നമ്മൾ വായിക്കുവാനിടയായി തീർന്നത്. In these verses, you can see the punishment that the Lord meted out to King Nebuchadnezzar as his empire expanded and he became prideful. അവൻ്റെ ഹൃദയം ഗർവിച്ചു, അവൻ്റെ മനസ്സ് അഹങ്കരിച്ചതിനാൽ കഠിനമായ ശിക്ഷവനുണ്ടായി. രാജസന്നിധിയിൽ അവൻ നീങ്ങുവാനിടയായി തീർന്നു. As his mind became full of pride and haughtiness, he was deposed from his throne. നമ്മൾ അഹങ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് താഴാതിരിക്കുമെന്ന് ശ്രദ്ധിക്കറിയാമോ, നമ്മുടെ മഹത്വം നമുക്ക് ദൈവം എടുത്തു മാറ്റുവാനിടയായി തീരും. If we are standing with pride before the Lord, and if your mind is lifted up, then the Lord will take away your glory. വായിക്കുന്ന അങ്ങനെ അവൻ്റെ ഹൃദയം എന്നറിയാമോ മാറിയിട്ട് ഹല്ലേലൂയ മൃഗത്തിൻ്റെ ഹല്ലേലൂയ കൂടെ പാർക്കുവാനും കാട്ടുകഴുതകളുടെ കൂടെ അവൻ കാട്ടിൽ നിന്ന് പുല്ല് തിന്നുവാനും ഇടയായി തീർന്നു. And as his mind changed, as he was given this punishment, his mind changed and his mind became like that of the beast, and his living was with wild animals. അവന്റെ ദേഹം ഹല്ലേലൂയ ആകാശത്ത് വീഴുന്ന മഞ്ഞുകൊണ്ട് നനയുവാനിടയായി തീർന്നു. And his body was wet with the dew of heaven. ഹല്ലേലൂയ. അവന്റെ ഹൃദയം താഴ്ത്താതെ ഇരുന്നത് മുഖാന്തരം എന്നറിയാമോ അവനെ ഹല്ലേലൂയ സ്തോത്രം വനാന്തരത്തിലേക്ക് വിടുവാനിടയായി തീർന്നു. As he kept his mind prideful before the Lord, he was driven into the wilderness and lived with the wild animals. ദാനിയേൽ പുസ്തകം 4-ാം അധ്യായത്തിൽ 34-ാമത്തെ വാക്യം കഴിയുമ്പോൾ ആ കാലം കഴിഞ്ഞ ശേഷം നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി എൻ്റെ ബുദ്ധി മടങ്ങി വരുവാനിടയായി തീർന്നു. In Daniel chapter 4 verse 34 we read, and at the end of the time I Nebuchadnezzar lifted my eyes to heaven and my understanding returned to me. ഹല്ലേലൂയ. നമ്മൾ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കുറവുകളെ കുറ്റങ്ങളെ കണ്ടുപിടിക്കുവാനിടയായി തീരും. As we look towards the Lord, then he will show us the problems and shortfalls in our heart. നമ്മൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കഴിവുകളും നമ്മുടെ ബലങ്ങളും നമുക്ക് ജോലി ചെയ്യുവാൻ പറ്റും, നമുക്ക് പൗണ്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ വീടോ നമ്മുടെ സമ്പത്തോ അല്ലതൊക്കെ നമുക്ക് പ്രൗഡായിട്ട് ചിന്തിപ്പാനിടയായി തീരും. If you look around in the world around you, you will only see the things that you can be prideful of, your beautiful houses, your beautiful job and everything that you have achieved. നെബൂഖദ്നേസർ തൻ്റെ സാമ്രാജ്യത്തെ പറ്റിയും പട്ടാളക്കാരെ പറ്റിയും അല്ലെങ്കിൽ രാജ്യത്തെ പറ്റി ചിന്തിച്ച് അവൻ ദൈവസ്ഥനിൽ ഹല്ലേലൂയ താഴ്ത്താതെ ഉയരുവാൻ തുടങ്ങിയപ്പോഴാണ് ദൈവത്തിന്റെ കോപം അവൻ്റെ മേൽ വരുവാനിടയായി തീർന്നത്. The wrath of God came down upon King Nebuchadnezzar as he thought about the might of his army and of his empire. ഇവിടെ വായിക്കുന്നത് ഞാൻ അത്യുന്നതനായ ദൈവത്തെ വാഴ്ത്തി ജീവനുള്ള ദൈവത്തെ ബഹുമാനിക്കുവാൻ തുടങ്ങി. And we read here that King Nebuchadnezzar blessed the Most High and praised and honored him who lives forever. അവന്റെ ബുദ്ധി മടങ്ങി വന്നിട്ട് അവനെ ദൈവം ഹല്ലേലൂയ രാജസ്ഥാനിലേക്ക് കടന്നു വരുവാനിടയായി തീർത്തു. And his understanding returned to him and he was restored to his throne. 37-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗ്ഗത്തിലെ രാജാവായി ദൈവത്തെ സ്തുതിക്കുവാനും പുകഴ്ത്തുവാനും ബഹുമാനിക്കുവാനും തുടങ്ങി. And consequently we read in verse 37, now I Nebuchadnezzar praise and extol and honor the King of heaven. അവന്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവും ആകുന്നു. നീളിക്കുന്നവരൊക്കെയും താഴ്ത്തുവാന് അവൻ പ്രാപ്തനെന്ന് നെബൂഖദ്നേസറിന് മനസ്സിലാകുവാനിടയായി തീർന്നു. All whose works are truth and his ways justice, and those who walk in pride he is able to put down. This Nebuchadnezzar realized. ഈ വചനമൊക്കെ വായിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ ഹൃദയം എല്ലാ സമയം എത്ര നന്മകളോ അനുഗ്രഹങ്ങളോ മാന്യതകളോ ഉയർച്ചകളോ കിട്ടിയാലും ദൈവസ്ഥനിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുവാനിടയായി തീരണം. So no matter how much the Lord has blessed you and how honorable you have become, if you are a child of God, when you
come to the presence of the Lord, you should always realize this and humble yourself. ഒരു ദൈവവേദന്റെ ഹൃദയം എങ്ങനെയുള്ളതായി തീരണം? ശുദ്ധിയുള്ളതായി തീരണം. So the mind of a child of God must be pure. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത കാണുന്നത് സ്നേഹത്തിന്റെ പൂർണ്ണതയുള്ളതായിരിക്കണം ഒരു ദൈവവേദന്റെ ഹൃദയം. And the heart of a child of God must be full of love. അടുത്ത നമ്മൾ കാണുന്നത് ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയമായിരിക്കണം ദൈവവേദന്റെ ഹൃദയം. Thirdly, the heart of a child of God must be able to forgive others. അടുത്ത കാണുന്നത് വിനയമുള്ള ഹൃദയമായിരിക്കണം ഒരു ദൈവവേദന്റെ ഹൃദയം. And fourthly, the child of God must be humble. അടുത്ത കാണുന്നത് ലാസ്റ്റ് കാണുന്നത് ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഹൃദയമായിരിക്കണം ദൈവവേദന്റെ ഹൃദയം. And fifthly, the heart of a child of God must be able to stand fast in the commandments and the scriptures of God. നമ്മൾ വായിച്ച സംഘത്തിലേക്ക് കടന്നവരായുടെ ദാവീദ് പറയുവാനിടയായി തീർന്നത് എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല. And let's come back to Psalm that we've read. Here King David says, Lord, my heart is not ഞാൻ haughty, നിഗളിച്ച് നടക്കുന്നില്ല, ബുദ്ധിക്കൊത്താത്ത വൻ കാര്യങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല. nor my eyes lofty, neither do I concern myself with great matters. ദൈവമക്കൾക്ക് എല്ലാ കാര്യത്തിലും എല്ലാത്തിലും ഇടപെടുവാനോ അല്ലെങ്കിൽ കഴിക്കുവാനോ കുടിക്കുവാനോ അല്ലെങ്കിൽ പറ്റത്തില്ല. A child of God is not supposed to do is not supposed to meddle in each and everything, nor eat and drink as he pleases. ലോക മനുഷ്യർ പോകുന്ന വഴിയിൽ കൂടെ ദൈവപൈതലിന് പോകുവാൻ പറ്റത്തില്ല. You cannot take the same path as the worldly man walks. പ്രൈസ് ദി ലോർഡ്. സംഘത്തിലെ കാര്യം പറയുന്നത് ചില കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാതെ മാറി നിൽക്കണമെന്നാണ്. Here King David the psalmist says we must exclude ourselves from certain things. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ അക്കരെ സിയോനിൽ കനാൻ നാട്ടിൽ നമ്മൾ ചെന്നെത്തുവാൻ പറ്റത്തുള്ളൂ. Only then we will reach the other side, the heavenly side. നമ്മളെക്കാൾ മുൻപിറങ്ങിയ അനേകം പേര് ഈ ഓട്ടക്കളത്തിൽ പോർക്കളത്തിൽ പട്ടുപോയി അവിടെ വീണ് കിടക്കുന്ന നമുക്ക് കാണുവാനിടയായി തീരും. എന്തുകൊണ്ട്? ഹല്ലേലൂയ. പല കാര്യങ്ങളും ഇടപെടേണ്ടാത്ത കാര്യങ്ങൾ പലതിലും ഇടപെടുവാൻ കടന്നുപോയത് മുഖാന്തരമാണ്. We can see many who set out before us on this race that is faith that have fallen by the wayside. Why? Because they have meddled in things that they should not. അടുത്ത രണ്ടാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ പ്രാണനെ താലോലിച്ച് പല കാര്യങ്ങളും ഞാൻ മിണ്ടാതിരുത്തിയിരിക്കുന്നു. In verse 2 we read, surely I have calmed and quieted my soul. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കുവാൻ കഴിയുമെങ്കിലും പല കാര്യങ്ങളും നമ്മൾ മിണ്ടാതിരിക്കുവാനിടയായി തീരണം. Even though we can pass comments on many different things, we should take discretion and calm and quiet our soul. ഇന്നലെ സാറ്റർഡേ നമ്മൾ വായിച്ച ഹല്ലേലൂയ വാക്യമുണ്ട്. ജോൺസൺ പേർ പറയുവാനിടയായി തീർന്നത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് 14:13. Let's go to Exodus chapter 14 verse 13 please. And Moses said to the people, do not be afraid, stand still and see the salvation of the Lord, which he will accomplish for you today. For the Egyptians whom you see today, you shall see again no more forever. ദൈവമായ കർത്താവ് ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, അല്ല, നിങ്ങൾ ഒന്നാമത് ഭയപ്പെടേണ്ട കാര്യമില്ല, രണ്ടാമത് ഉറച്ചു നിൽക്കണം, പിന്നെ കാണുന്നത് ചില രക്ഷ നിങ്ങൾ കാണുവാനിടയായി തീരും. Here the Lord is telling the Israelites, do not be afraid. Secondly, stand still. And thirdly, you shall see the salvation of the ഇന്ന് Lord. കണ്ട മിസ്രൈമിനെ ഇനിയും കാണുവാനിടയായി തീരത്തില്ല. The Egyptians that you see today, you shall see again nevermore. കഴിഞ്ഞ നാൾ നമ്മളെ പിന്തുടർന്ന അനേക മിസ്രൈമിന്റെ ശക്തികളുണ്ട്. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ, സ്തോത്രം. അത് ഇനിയും കാണുവാൻ പറ്റത്തില്ല എന്നാണ് പറയുവാനിടയായി തീർന്നത്. Today, in times past, you have had many forces like that of the Egyptians pursuing the children of Israel, but they should never again pursue you. അത് മാത്രമല്ല, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. Also, the battle belongs to the Lord. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ പിറുവിറുക്കുകയും ഹല്ലേലൂയ മോശയോടൊക്കെ സംസാരിച്ച് ഹല്ലേലൂയ ഇടയായി തീർന്നു മുഖാന്തരം. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. As the people grumbled and complained against Moses, the Lord says, the Lord will fight for you and you shall hold your peace. പല കാര്യങ്ങളും നമുക്ക് മിണ്ടാൻ കഴിയും, സാമർഥ്യമുണ്ട്, അറിവുണ്ട്. എന്നാലും ദൈവത്തിന്റെ വചനം പറയുന്നത് ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. ഹല്ലേലൂയ. ഊമനെ പോലെ ദൈവസ്ഥനിൽ മൗനമായിരുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ചില പ്രവൃത്തി നമ്മളുടെ വെളിപ്പെട്ട് വരുവാനിടയായി തീരത്തുള്ളൂ. So you might have the skills and competence to comment on many different things, but the Lord tells you, hold your peace and let my judgment work. ഇവിടെ ഇസ്രായേൽ മക്കളോട് പറയാണ്, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഞാൻ ചെയ്യും, യുദ്ധം എനിക്കുള്ളതാണ്, ഞാൻ ചെയ്യുവാനിടയായി തീരും. നിങ്ങൾ മിണ്ടിക്കഴിഞ്ഞാൽ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്
here the Lord is telling the Israelites, the battle belongs to me, you stay out of it and I will deal with it. ദൈവത്തിന് ആത്മാവ് ഓർപ്പിക്കും, നമ്മൾ മിണ്ടിക്കഴിഞ്ഞാൽ ഫോഷത്വവും നമുക്കറിയാത്ത വിഡ്ഢിത്തരമായിരിക്കും നമ്മുടെ വായിൽ കൂടെ വിളിച്ചു പറയുന്നത്. എന്നാൽ ദൈവം ചെയ്തു കഴിഞ്ഞാൽ സകലതും ഭംഗിയായി ചെയ്യുവാനിടയായി തീർക്കും. Today the Lord is telling you that if you start commenting on certain things, what comes out of your mouth might be foolishness, but when the Lord does it, it will be perfect and complete. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, എനിക്കിവിടെ സംസാരിക്കാൻ കഴിയും, എന്നാൽ എൻ്റെ പ്രാണനെ എന്താണെന്നറിയാമോ, താലോലിച്ച് ഞാനിവിടെ മിണ്ടാതെ ആക്കിയിരിക്കുകയാണ്. And that is why King David says, I can't speak up at this time, but I have calm and quieted my soul. എങ്ങനെയാണ് ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ മടിയിൽ നിന്ന് മുല കുടിക്കുന്നത് പോലെ, എൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ എൻ്റെ പ്രാണനെ ഹല്ലേലൂയ മൗനമാക്കിയിരിക്കുകയാണ്. David says he has quieted himself like a weaned child with his mother. Praise the Lord. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയം ഇങ്ങനെയുള്ള ഹൃദയമായിരിക്കും തീരണം. And the mind of a child of God must be such a mind. ഇന്ന് പൽക്കാലം നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. Today let us submit our hearts and minds to be transformed by the Lord. നമ്മൾ ശ്രമിച്ചിട്ടും കഴിയാത്ത പല കാര്യങ്ങളും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നൊടി നേരം കൊണ്ട് ഈസി ആയിട്ട് ചെയ്യുവാനിടയാക്കി തീർക്കും. When we submit those problems in our lives which we cannot solve, then the Lord will solve it for you quite easily. മൂന്നാമത്തെ വാക്യത്തിൽ കഴിയുമ്പോൾ ഇസ്രായേൽ ഇന്നു മുതൽ എന്നേക്കും ഹല്ലേലൂയ യഹോവയിൽ പ്രത്യാശ വെക്കുക. In verse 3 we read, O Israel, hope in the Lord from this time forth and forevermore. ഇതുവരെ നമ്മൾ പ്രത്യാശ വെച്ചിട്ടില്ല എങ്കിൽ ദൈവത്തിന് പറയുന്നത് ഇന്നു മുതൽ ഒന്നര ദിവസമല്ല, നമ്മുടെ മരണം വരെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് കഴിഞ്ഞാൽ അവൻ വഴി നടത്തുവാൻ ശക്തനായ ദൈവമാണ്. Today, if you have not yet placed your hope in the Lord, then the Lord is capable of keeping you from this time forth and forever. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയമുള്ളതുപോലെ, ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കുന്നത് പോലെ ഹല്ലേലൂയ ആ സ്വഭാവങ്ങൾ നമ്മൾ കൂടെ പ്രകടമായി തീരുവാനിടയായി തീരണം. The mind and heart of a child of God must clearly understand the character of God and try and emulate his character. നമ്മുടെ തലകൾ വണക്കാം, നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തലകൾ വണക്കിക്കാട്ടെ, നമുക്ക് ഒരു മിനിറ്റ് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ദാവീദ് പറഞ്ഞതുപോലെ, ദൈവമേ എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല. ഹല്ലേലൂയ. എത്ര പേര് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും? തലകൾ മടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് വെറുതെ ഈ വചനം കേട്ടിട്ട് പോകാതെ ഹല്ലേലൂയ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവ്വഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവം ഇന്ന് പൽക്കാലം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ, പ്രവൃത്തിയിൽ ഹല്ലേലൂയ ദൈവം നമ്മുടെ ഹൃദയം നോക്കുമ്പോൾ ഗർവിച്ചിരിക്കുന്ന ഒരു ഹൃദയമായി, താഴ്ത്തി കൊടുക്കാതെ ഹല്ലേലൂയ ഹൃദയമായി കാണുന്നു. ഹല്ലേലൂയ സ്തോത്രം. നെബൂഖദ്നേസർ എന്നറിയാമോ, ദൈവസന്നിധിയിൽ താഴ്ത്തായതിന് മുഖാന്തരം എന്നറിയാമോ, ഹല്ലേലൂയ യുദ്ധത്തിന് കടന്നുപോയിട്ട് ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ദാസന്മാർ എടുക്കുന്ന പാത്രങ്ങൾ എടുത്തിട്ട് അതിനകത്ത് മദ്യവും വീഞ്ഞും ഹല്ലേലൂയ ഹല്ലേലൂയ എടുത്ത് കുടിച്ചത് മുഖാന്തരം ഒരു എഴുത്ത് കടന്നു വരുവാനിടയായി, മെനെ മെനെ തെക്കേലൂർ ഫാസി, ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നിങ്ങളെ തൂക്കി നോക്കുമ്പോൾ ദൈവസന്നിധിയിൽ കുറവുള്ളവനായി കാണുവാനിടയായി തീരരുത്. നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി തീരുവാനിടയായി തീരരുത്. ഈ ഞായറാഴ്ച പൽക്കാലം ദൈവമക്കൾ ഓർപ്പിക്കാനുള്ളത്, ഒന്ന് നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്ത് പ്രാർത്ഥിച്ചാട്ട് ഒരു ദൈവത്തിൻ്റെ ഹൃദയം എങ്ങനെ ആയിരിക്കണമെന്ന് ഇന്ന് പൽക്കാലം കേൾക്കുവാനിടയായി തീർന്നു. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അപ്പാ ഇന്ന് പൽക്കാലം എന്നോട് ക്ഷമിക്കണമേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകുമാറാകണമേ, പല കാര്യങ്ങൾ വിട്ടു നിൽക്കുവാൻ, മൗനമായിരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് എത്ര പേര് ദിവസത്തിൽ പ്രാർത്ഥിക്കും? അതരങ്ങളെ തുറന്ന് ദിവസത്തിൽ പറഞ്ഞാട്ടെ, കർത്താവേ ഇന്ന് പൽക്കാലം നിന്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകി എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. എനിക്ക് പറയുവാനും കഴിയും, സാമർഥ്യമുണ്ട്, അറിവുണ്ട്, എനിക്ക് എഴുതുവാനും കഴിയും. എന്നാൽ ഇതൊക്കെ ഹല്ലേലൂയ അവസാനിക്കുന്ന ഒരു സെക്കൻഡ് കടന്നു വരും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ പല സ്ഥലത്തും നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാനിടയായി തീരും. ഇസ്രായേൽ മക്കളോട് പറയുന്നതാണ്, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, യുദ്ധം എനിക്കുള്ളതാണ്. യുദ്ധവീരനായ കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, യുദ്ധം എങ്ങനെ ചെയ്യാമെന്ന് അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം അത് ഭംഗിയായി ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മുൻപിൽ ചെങ്കടൽ, പുറകോട്ട് നോക്കുമ്പോൾ ഫറവോനും കൂട്ടരും കടന്നു വരുമ്പോൾ ഹല്ലേലൂയ എന്നറിയാമോ, ഹല്ലേലൂയ ഒരു മേഘസ്തംഭം ഇറക്കി നിർത്തുവാനിടയായി തീർന്നു. അവർ തമ്മിൽ അടുക്കാതെ വണ്ണം ഒരു മേഘസ്തംഭം നിർത്തുവാനിടയായി. രാത്രി മുഴുവൻ കിഴക്കൻ കാറ്റ് അടുപ്പിച്ചിട്ട് ഹല്ലേലൂയ ആ വെള്ളത്തെ ഹല്ലേലൂയ രണ്ടായിട്ട് വിഭാഗിപ്പാനിടയായി തീർന്നു.
ഇന്ന് പൽക്കാലം നമ്മൾ മിണ്ടാതെ ദൈവസ്ഥലിലേക്ക് താഴ്ത്തി കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നിഗളിക്കാതെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. അഹങ്കരിക്കാതെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ നല്ല വചനത്തിനായി സ്തോത്രം. ഇന്ന് പൽക്കാലം ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, നീ അതിനെ ശോധന ചെയ്യണമേ, നീ അതിനെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവത്തിന് ഇഷ്ടമുള്ള പാത്രമാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളെ തൂക്കി നോക്കുമ്പോൾ കുറവുള്ളവരായി തീരാതെ വണ്ണം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കർത്താവ് വിശുദ്ധിയോടെ വേർപാടോടെ ഒരു കഴുകിൽ പ്രാപിച്ച ഹൃദയത്തോടെ ഞങ്ങൾ വീണ്ടും അടുത്ത് വരുന്ന കർത്താവേ, ഞങ്ങളെ സഭയായിട്ട് അനുഗ്രഹിക്കണം. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളായ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും.